എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാടശേഖരങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് കേരളമല്ല, ഇത് തമിഴ്നാടല്ല. അതും കഴിഞ്ഞ് ഇത് വടക്കേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. നമ്മൾ അരി വാങ്ങുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന വലിയ വലിയ പാടശേഖരങ്ങൾ, മണിക്കൂറുകളോളം ട്രെയിൻ കുതിക്കുന്നത് പാടശേഖരങ്ങളുടെ നടുവിലൂടെയാണ്. പച്ച വിരിച്ച് കിടക്കുന്ന ഈ പാടങ്ങൾ വളരെ മനോഹരമാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് നമ്മുടെ കേരളത്തിലെ പാലക്കാട്ടത്തെയും ആലപ്പുഴയിലെയും പാടശേഖരങ്ങളാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് എത്ര വലുതാണ്. ജനവാസങ്ങളില്ലാത്ത പാടങ്ങൾ മാത്രമുള്ള ഒരു വലിയ ലോകം. ട്രെയിൻ വളരെ വേഗത്തിൽ കുതിക്കുകയാണ്. എന്നിട്ടും തീരാത്ത ഒരുപാട് ദൂരങ്ങൾ. ആ ദൂരങ്ങളിലേക്ക് പോകുമ്പോൾ പച്ച വിരിച്ച നെൽപ്പാടങ്ങൾ മാത്രം. എന്ത് മനോഹരമാണ് ഈ കാഴ്ച. ആസാമിലെ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞാൻ യാത്ര തുടങ്ങി. ഒഡീഷ, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ കടന്ന് കേരളത്തിലേക്കുള്ള ഈ മനോഹര യാത്ര വളരെ കൗതുകം ഉണർത്തുന്നതാണ്. ജനസാന്ദ്രത വളരെ കുറഞ്ഞ പശ്ചിമ ബംഗാളിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നെല്ല്, പരുത്തി മുതലായവയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴും കാലാവസ്ഥ വളരെ കടുത്തതാണ്. എങ്കിലും ആ കാലാവസ്ഥകളെ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമുക്കെല്ലാം കഴിക്കാൻ വേണ്ടിയുള്ള അന്നം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ തൊഴിലാളികളെ കാണുമ്പോൾ നമ്മൾക്ക് അവരോട് ബഹുമാനം തോന്നും. ഇനിയും നോർത്ത് ഇന്ത്യയിലേക്കുള്ള യാത്ര തുടരും. ഒരുപാട് കാഴ്ചകൾ കാണണം. അതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തൊട്ടറിയണം. സ്നേഹതീരം വില്ലയിൽ നിന്ന് രതീഷ് പുത്തമ്പേലിക്കര.